നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളപ്പം കുറേ ആഴ്ചയായിട്ട് കുറേ വീക്സ് ആയിട്ട് പറയുകയാണ് നിങ്ങളെ എൻ്റെ മൊത്തം കോയിനും ആൽബവും ബാക്ക് നോട്ട്സിൻ്റെയും ഇത് കാണിക്കണമെന്ന്. പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു, കാരണം ഞാനൊരു ബാഗിലാണ് ഇതെല്ലാം എടുത്തോണ്ട് വന്നത്. ഇപ്പം എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ഇതാ മൊത്തം ആൽബം മേടിച്ചു തന്നെങ്കിലും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പോവാം. ഇപ്പം ഈ 2 ആൽബത്തിൽ കോയിനുണ്ട്, ഇതിൻ്റെ അകത്ത് നോട്ടുണ്ട്, ഈ 2 സ്റ്റാമ്പും ഉണ്ട്. പക്ഷേ ഇത് കണ്ടാ, ഇതിൻ്റെ അകത്ത് മൊത്തം കോയിനാണ് ഇരിക്കുന്നത്, കാരണം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി ഒരു ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട് ആൽബം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യാം. ഇപ്പം എന്തായാലും ഇത്രയായിട്ട് ഒരു ഇത് കാണിച്ചത്. ആദ്യമേ നമുക്ക് നമ്മുടെ സ്റ്റാമ്പിലും ആദ്യമേ നമ്മുടെ ഈ ഇരിക്കുന്ന സ്റ്റാമ്പൊക്കെ കാണിച്ചത്. ഇവിടെ ഇത് ഇപ്പം ഉള്ളത് ഇതുണ്ടോ, ഇത്രയുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്. ഇതെന്നൊക്കെ വെച്ചാൽ വേറെ കൺട്രി വെച്ചിട്ടാണ്. ഇത് ഡിഫറെൻറ്റ് കൺട്രി, ഫോറിൻ കൺട്രി സ്റ്റാമ്പാണ്, പണ്ടത്തെ ആണ്. അല്ലാതെ നെതർലൻഡ്സ്, ഇറാഖ്, ഇത്രയും സ്റ്റാമ്പിൻ്റെ ഉണ്ട്. നേപ്പാള്. അപ്പോൾ സ്റ്റാമ്പിൻ്റെ കയ്യിൽ ഇത്രയുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റാമ്പ് മാത്രം നോക്കാം. ഇതാണ് ഇത്ര ഇന്ത്യൻ്റെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത്രയുണ്ട്. ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇത് എത്ര 2-1 വർഷം കണ്ടേ ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്. ഇനി നമുക്ക് നേരെ എൻ്റെ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് എൻ്റെ കോഴി കളക്ഷൻ, അതിലോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മുടെ ഈ റെഡ് ആൽബമാണ് കാണിക്കാൻ പോകുന്നത്. റെഡിൻ്റെ അകത്ത് ഇതെല്ലാം 10ൻ്റെ വേറെ ചില്ലായിട്ടുള്ളത്. അതായത് കണ്ടോ, സരസ്വതി, ഇത് മറ്റേതോ പള്ളി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത് ഏതോ ഒരു റൈറ്റർ, ജവഹർലാൽ നെഹ്റു ആഫ്രിക്കയിലൊന്ന് റിട്ടയർ ചെയ്ത പാർലമെൻറ്റ്, അതുപോലത്തെ തന്നെ അടുത്ത 5ൻ്റെയും 1ൻ്റെയും 2ൻ്റെയും. പിന്നെ ഇതൊക്കെ HND കോയിനാണ്, 50 കൂടുതൽ വർഷമായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതുപോലത്തെ തന്നെ വേറെ ഇതൊക്കെ പൈസകളാണ്. 1 പൈസ, 5 പൈസ, 10 പൈസയുടെ ഡിഫറെൻറ്റ്. പിന്നെ 20 പൈസ, 25 പൈസ, 10 പൈസ, 25 പൈസ. ഇതെല്ലാം 50 പൈസയാണ്. ഇതൊരു വെറൈറ്റി 50 പൈസയാണ്, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ 50 പൈസയാണ്. പിന്നെ ഇത്രയെല്ലാം 50 പൈസ. ഇത് 20, ഇത് 25. ഇനി നമ്മൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. നമ്മുടെ ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെയിലോട്ട് അങ്ങ് മാറാം. ഇത് കുവൈറ്റിലെ ഉണ്ട്, നമ്മുടെ മലേഷ്യയിലെ ഉണ്ട്, ചൈനയിലെ ഉണ്ട്, യൂറോപ്പിലെ ഉണ്ട്. പിന്നെ ഇതും ചൈനയുടെ, ഇത് USA, ഇത് ജപ്പാൻ, പിന്നെ ഇത് മറ്റേ ടർക്കി അല്ലല്ലോ, ഫിലിപ്പീൻസ്. അത്രയും ഇതുണ്ട്. ഇത് ഖത്തർ, ഇത് മലേഷ്യ, പിന്നെ ഇത് കുവൈറ്റ്, ഇത് USA. പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കോയിൻസാണ്. ഇത് നമ്മുടെ യൂറോപ്പിലെ അല്ല, 20 സെൻറ്റ്, 20 സെൻറ്റ് യൂറോ. പിന്നെ ഇത് നേപ്പാളിലെ പണ്ടത്തെ ഒരെണ്ണമാണ്. ഇത് എവിടുത്തെ ആണ് എനിക്ക് അത്രയ്ക്ക് പിടിയില്ല. പിന്നെ ഇത് ഖത്തറിലെ. പിന്നെ ഇത് നമ്മുടെ എവിടുത്തെ ആയിരുന്നു, ഏതോ ഒരു അറബ് രാജ്യത്തെയാണിത്. പിന്നെ USA സെൻറ്റൊക്കെയാണ്. പിന്നെ 1 ക്വാർട്ടർ അഞ്ഞയാണിത്. പിന്നെ ഇത് 5 ശ്രീലങ്കയുടെ ആണ്. ഇത് ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ UKയുടെ ആണ്. ഇത് 20 ഗ്രോസിയാണ്. ഇത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ ഇതാണ് നമ്മുടെ കുവൈറ്റിലെ ഇതാണ്. പിന്നെ ഇത് ചൈനയുടെ. പിന്നെ ഇതെല്ലാം ചിഹ്നമുള്ളത്. പിന്നെ ഇത് കുവൈറ്റിലെ, ഇത് സെൻറ്റ്, ഇതും മറ്റേ ഇവിടുത്തെ റിപ്പബ്ലിക് ഓഫ്
ബർഹാമിൻ അവിടുത്തെ ആണ്. പിന്നെ നമ്മുടെ 1978 ഒരു പണ്ടത്തെ കോയിൻ. പിന്നെ ശ്രീലങ്കയുടെ 1998 മറ്റേ ശ്രീലങ്കൻ ക്രിക്കറ്റിൻ്റെ കപ്പ് വിൻ ചെയ്തതിൻ്റെ ഒരു റെയർ കോയിൻ. പിന്നെ ഇത് മറ്റേ ഒരു 2 റുപ്യയുടെ ചിഹ്നമുള്ളത്. പിന്നെ ഇത് 20 സെൻറ്റ് മലേഷ്യ ആണ്. പിന്നെ ഇത് 5 പെസോസ് നമ്മുടെ അർജൻറ്റീനയുടെ ആണ്. പിന്നെ ഇത് നമ്മുടെ ഒരു റെയർ 1 സെൻറ്റ് ആണ്. പിന്നെ എല്ലാം എന്താ ഇതുണ്ടോ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ആണ്. ഇതെല്ലാം 240 പോക്കറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ 2 എണ്ണം മേടിച്ചിട്ട് തികഞ്ഞില്ല. ഇനി 240 എണ്ണം അങ്ങാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് 10 പൈസ, ഇത് അമേരിക്കൻ സെൻറ്റ്, ഇത് നമ്മുടെ 5 പൈസ തന്നെയാണ്, പക്ഷേ ഇതൊരു ചിഹ്നമുള്ള 5 പൈസയാണ്. ഇത് കാനഡയിലെ ബഫലോ. പിന്നെ ഇത് നമ്മുടെ 2 പൈസ. ഇത് 2 പൈസ ഭയങ്കര റെയറാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചിഹ്നമുള്ള 50 പൈസയാണ്. ഇതുണ്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 50 പൈസയാണ്. പിന്നെ 50 പൈസയുടെ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരിതുമുണ്ട്. പിന്നെ ഇത് കണ്ടോ നോർമൽ 5 പൈസ. ഞാൻ കാണിച്ചു തരാം നോർമൽ 5 പൈസ. നോർമൽ 5 പൈസ എന്ന് വെച്ചാൽ ഇത് സൂമി ഇതുണ്ടോ നോർമൽ 5 പൈസ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ചിഹ്നമുള്ള 5 പൈസയാണ്. എവിടെയായിരുന്നു? അതാ ഇതെന്ന് വെച്ചാൽ ഒരു ചിഹ്നമുള്ള 5 പൈസയാണ്. റെയറാണ് ഭയങ്കര. ഇതുണ്ടോ. So moving on to our blue album. So this is our second album. So ഇതിൻ്റെ അകത്തും 240 എണ്ണം ഉണ്ട്. ഇത് യൂറോ, ഇത് ശ്രീലങ്ക, ഇത് ശ്രീലങ്ക, ഇത് ചൈനയിലെ യോൺ, പിന്നെ ഇത് യൂറോ, പിന്നെ ഇത് ഒരു ഏഷ്യൻ്റ് കോയിൻ, പിന്നെ ഇത് 10 മലേഷ്യൻ, പിന്നെ ഇത്രയും ഉണ്ട്. ഇതെല്ലാം വേറെ വേറെ കൺട്രിയിലാണ്. പിന്നെ ചൈനയിലെ ഓട്ടോകോയിൻ, നമ്മുടെ പണ്ടത്തെ ഓട്ടോകോയിൻ. ഇത് 1 റുപ്യയുടെ പാർലമെൻറ്റിൻ്റെ. പിന്നെ ഇത് മറ്റേ ആരായിരുന്നു ലൂയിസ് ബെർലിൻ്റെ 2 റുപ്യ. പിന്നെ ഇത് റൊമേനിയയിലെ. പിന്നെ ഇത് 10 പൈസ, പുതിയ 10 പൈസയാണ്. എന്ന് വെച്ചാൽ സ്ക്രാച്ചോ ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇതെല്ലാം വേറെ വേറെ കൺട്രിയുടെ ആണ്. ഇതെല്ലാം ഇതുണ്ടോ നമ്മുടെ ചിഹ്നം, നമ്മുടെയൊക്കെ ചിഹ്നമുള്ള ഇതൊക്കെ ആണ് 10 പൈസ. ഇതൊക്കെ കണ്ട ഇത് നമ്മുടെ ക്വാർട്ടർ കോയിനാണ്. പിന്നെ ഇത് UK. പിന്നെ ഇത് 20. അർജൻറ്റീനയുടെ ആണെന്ന് ഇതും. പിന്നെ 5 പൈസ നോർമല്. പിന്നെ ഇത്രയും കൂടെ ഉണ്ട്. ഇത് ചെറിയ നമ്മുടെ അഞ്ഞാക്കോയിനാണ് കേട്ടോ. ഇത് അഞ്ഞാക്കോയിൻ തന്നെയാണ്. ഞാൻ ഏതാണെന്ന് പറയാം, ക്വാർട്ടറാണോ ഹാഫാണോ? 1.2 അന്നയാണ് 1959. ഇത്രയും ചെറുതാണ്. ഇത് ചെറിയ അന്നക്കോയിനാണ്. ഇത്രയേ ഉള്ളൂ, എൻ്റെ കൈയുടെ സൈസ് പോലും ഇല്ല. പിന്നെ സോ ഫൈനലി മൂവിങ് ഓൺ ടു അവർ ബാങ്ക് നോട്ട് കളക്ഷൻസ് ഗൈസ്. ദിസ് ഈസ് വാട്ട് വി ആർ ഓൾ ബിൻ വെയിറ്റിംഗ് ഫോർ. അപ്പം ഇതാണ് നമ്മൾ ആദ്യം തൊട്ടേ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും എക്സൈറ്റഡ്, കാരണം എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇത് ഞാനൊരു 3 വർഷമായി. കോയിൻ്റെ തുടങ്ങിയിട്ടൊരു 5 വർഷം ആവാറായി. ഇതിൻ്റെ ഞാനൊരു 1.5 വർഷമായിട്ടുള്ള സ്റ്റാമ്പിൻ്റെ. പിന്നെ 5 വർഷം ആയതുകൊണ്ട് ഇത്രയും ബാക്കി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കൂ, ഇനി ഇത്രയും കോയിൻ ബാക്കി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെറൈറ്റി ഒക്കെ കുറേ ഉണ്ട്. ഞാൻ അപ്പോൾ പുതിയൊരു ആൽബം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലത്തെ അല്ല സിൽവർ. അപ്പോൾ അതിലും കൂടെ കയറ്റി വെച്ചിട്ട് പുതിയൊരു വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും. അതിന് വ്യൂസൊക്കെ കിട്ടിയ ഓക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം വ്യൂസ് വരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വാട്ട് വി ഹവ് ഓൾ ബിൻ വെയിറ്റിംഗ് ഫോർ അവർ കറൻസി കളക്ഷൻ ഗൈസ്. ഇത് നമ്മുടെ 1819
ഒരു 100 രൂപയാണ്. ഇതാ ഇത്രയും വലുപ്പമുണ്ട്. ഇത് നമ്മുടെ 3 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ $1. ഇത് $2 റെയർ ആണ്. ഇത് $5. ഇതാണ് $2 ബാക്ക്. പിന്നെ ഇത് $10, $20. പിന്നെ ഇത് $50 ന്യൂസിലൻഡ് ഡോളർ. ഇതാണ് ബാക്ക്. ഇത് 5 മാൽഡീവ്സ്, 10 മാൽഡീവ്സ്, 20, 50 മാൽഡീവ്സിലാണ്. ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്ക് കണ്ടോ, ഇത്രയുണ്ട്. നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 50യുടെ ആണെങ്കിലും നോക്ക്, ഇതുണ്ട്. ഇത് ഇച്ചിരി കീറിയതാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് സൗദി അറേബ്യയുടെ ആണെന്നാണ് തോന്നുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ 5 ദിർഹംസ്. ഇത് നമ്മുടെ ഒമാനിലെ 100 പൈസയാണ്. ഇത്രയുണ്ട്. ഇത് നമ്മുടെ തായ്ലാൻഡിലെ 20 ബാത്താണ്. 20 ബാത്ത്. ഇത് ഹാഫ് റിയാലാണ് ഒമാനിലെ തന്നെ. ഇത് പിന്നെ എല്ലാം 1 റിയാലാണ്. ഇതെല്ലാം 1 റിയാൽ. പിന്നെ ഇത് പണ്ടത്തെ ഒമാനിലെ 1 റിയാൽ. ഇത് സർബിയൻ 50 പൗണ്ട്സ്. ഇത് സർബിയൻ 200 പൗണ്ട്സ്. ഇത് ഏതാണ് എനിക്ക് അത്രയ്ക്ക് പിടിയില്ല. ഇത് നമ്മുടെ 5 ദിർഹംസ്, 10 ദിർഹംസ് ആണ് സൗദി അറേബ്യയുടെ. ഇതാണ് നമ്മുടെ 3 pesos ഫ്രം ഡി ക്യൂബ. ഇത് 10 നാറിയ നമ്മുടെ നൈജീരിയയിലെ. ഇതും 20 നാറിയ നമ്മുടെ നൈജീരിയയിലെ തന്നെ. ഇത് ഈജിപ്തിലെ 10 പൗണ്ട് 2 ഉണ്ട്. ഇത് 1 റൂബിൾ. ഇത് 5 റൂബിൾ. നമ്മുടെ പണ്ടത്തെ റഷ്യൻ റൂബിളാണ് ഇത്. ഇത് പിന്നെ ഇച്ചിരി റയറാണ്. പിന്നെ ഇത് 100 റൂബിൾ. പിന്നെ ഇതെല്ലാം റഷ്യയുടെ ആണോ എന്നറിയത്തില്ല. ഇത് റഷ്യയുടെ ആണോ ഒരു സംശയമുണ്ട്. എന്നാലും ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് തറൈൻ ആൻഡ് ടൊബാക്കോയുടെ 1. പിന്നെ വെൻസൂലയിലെ 20,000. വെൻസൂലയുടെ 20,000 ബാക്കൊക്കെ കേട്ടോ, കൊള്ളാം. ഇത് റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ഷെയ്ഡൊക്കെ പോലെയാണ്. ഇത് നമ്മുടെ കച്ചയിലെ 20, 100 ആണിത്. ഇത് 100. ഇത് നമ്മുടെ എവിടുത്തെ മിയൻമാറിലെ 1. ഇതുമില്ല 5 ആണ്. പിന്നെ നമ്മൾ പോകുന്ന ശ്രീലങ്കയുടെ 20, 50, 100. ആൻഡ് മൂവിങ് ഓൺ ടു ബുറുണ്ടയിലെ 100. ഇന്തോനേഷ്യയിലെ 1000. നമ്മുടെ ഇത് എവിടുത്തെയാണ് എനിക്ക് ഇപ്പോഴും വായിക്കാൻ അറിയത്തില്ല കേട്ടോ. ഡി ഹോർനാൻഡാസ് എന്ന് പറഞ്ഞ ഏതോ സ്ഥലമാണ് 1 അതിൻ്റെ. ആൻഡ് മൂവിങ് ഓൺ ടു നമ്മുടെ 1000 വിലി ലേയേഴ്സ് ആണ്. പിന്നെ 1 യജൗ ചൈനയിലെ. ഇതും 1 യജൗ ചൈനയിലെ. ഇത് സിംഗപ്പൂരിലെ 2. ആണ്. ഇത് 5 ചൈനയുടെ. പിന്നെ ഇത് 5 ക്യാറ്റ്സ് നമ്മുടെ ഇവിടുത്തെ ഇത് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബുറുമ ബാങ്ക്, യുണൈഷൻ ഓഫ് ബുറുമ ബാങ്കിലെ 5 ആണ്. ഇത് റെയർ ആണ് കേട്ടോ, ഇച്ചിരി ഇതൊക്കെ വരുന്നതാണ്. Now we are moving on to ബംഗാളിലെ നമ്മുടെ ഏഷ്യയിലെ ഇതൊക്കെയാണ് ഇനിയും ബംഗാളിലെ 2. പിന്നെ ഇത് ഞാൻ നല്ല എഫോർട്ട് ചെയ്തു കേട്ടോ. നല്ല എന്നൊക്കെ വെച്ചാൽ 6 വർഷത്തേക്ക് ഈയിടെ എങ്ങാണ്ട് അത്രയ്ക്ക് എഫോർട്ട് ചെയ്തിട്ട് കിട്ടിയ. വേറെ ഒരു ടൂറിസ്റ്റ് ട്രാവലർ വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് എന്നോട് ചോദിക്കുന്നത് ഈ എൻ്റെ ചങ്കൊക്കെ ഇടിച്ചു പോയി പാകിസ്ഥാനിലെ ലോട്ടുമാണോ. ഞാൻ ഒന്നും നോക്കിയില്ല. എസ് പറഞ്ഞതാ ഒരു 20 പാകിസ്ഥാൻ്റെ ഒരു ലോട്ടുണ്ട് നമ്മുടെ. ഭയങ്കര റെയറാണ്. പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ 1 റുപ്പിയാണ്. ഇതാണ് ന്യൂ 1 റുപ്പിയ നമ്മുടെ. ഇത് എവിടെയും കിട്ടും. പിന്നെ ഇത് നമ്മുടെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് 2 റുപ്പിയാണ്. ഇത് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ, ഇത് നമ്മുടെ ടൈഗറിൻ്റെ ആണ്. ഇതാണ് ഇച്ചിരി കൂടെ റെയർ. പിന്നെ ഇത് നമ്മുടെ 3 5 റുപ്പിയ ന്യൂ ആണ്. പിന്നെ ഇത് ഇച്ചിരി റെയർ 5 റുപ്പിയ, പണ്ടത്തെ 5 റുപ്പിയ. പിന്നെ പണ്ടത്തെ 10 റുപ്പിയ. ഇത് ഇച്ചിരി ന്യൂ 10 റുപ്പിയ. ഇതുണ്ടോ 2 അതാണ്. ഇത് നമ്മുടെ പണ്ടത്തെ 10 റുപ്പിയ. പക്ഷേ എനിക്കിത് ഭയങ്കര വാല്യൂബിളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ നമ്പറാണ് 786. അതിപ്പോൾ ഭയങ്കര റെയർ നമ്പറായിട്ടാണ് പോകുന്നത്. അതപ്പോൾ എനിക്ക് 786ൻ്റെ പണ്ടത്തെ റുപ്പിയ ഉണ്ട്. പിന്നെ പണ്ടത്തെ 10 റുപ്പിയ ഉള്ളതുകൊണ്ട് എല്ലാം അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ 20 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്, 500 ഉണ്ട്.
500 വരെ. പിന്നെ ഇതെല്ലാം റെയർ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ സ്റ്റാർ നോട്ടാണ്, ഇതെന്ന് വെച്ചാൽ 786 ആണ്, പിന്നെ ഇതൊന്നും വെച്ചാൽ സ്റ്റാർ ആണ്. ഇതാ സ്റ്റാർ. ഇത് വലിയ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കറക്റ്റ് എവിടുത്തെ ആണ് കേട്ടോ. എനിക്ക് ഒരാൾ തന്നിട്ട് പോയത് അതാ ഇത്. നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരിക, ഇത് ഏത് കൺട്രിയിലാണ്, നിങ്ങൾ ചീറ്റ് ചെയ്യല്ലേ, നിങ്ങൾ ഇത് ഏത് കൺട്രിയിലാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന ഒരു ഫ്രീ കോയിൻ തരാം. ഇത് നമ്മുടെ 5 റുപ്യ, നേപ്പാളിലെ 20 റുപ്യ നേപ്പാളിലെ. ഇത് ചൈനയിലാണെന്നാണ് തോന്നുന്നത് 5, ഇത് 5. പിന്നെ ഇതും എനിക്ക് എവിടുത്തെ ആണ് അത്രയ്ക്ക് പിടിയില്ല. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് നൗ ഇതാണ് നമ്മുടെ പണ്ടത്തെ ജോർഡാൻ്റെ 1 ദിനാർ. ഇത് നമ്മുടെ പണ്ടത്തെ കുവൈറ്റിൻ്റെ നോട്ടാണ് 1 ദിനാർ. പിന്നെ ഇത് 1.2 കുവൈറ്റ് ദിനാർ, ഇത് 1.4 കുവൈറ്റ് ദിനാർ, ഇത് 1000 ഡോങ് ഫ്രോം വിയറ്റ്നാം. And this is Totpot 10, and moving on to 2000 dong again, and moving on to 20 Totpot. I don't know what everyone calls this currency, but I will call them Totpot currency. Okay, so this is 20 Totpot currency, and this is also 20, and this is 90 Totpot currency, and I don't really know which one is this also. 500 of something. And finally, this is our Central Bank of Nigeria old £1 coin. This is I think from 1980 or 1970 or something. Okay, so finally we have put a full video of our collection that we have been planning for over I think 5 or 6 weeks, over 2 months. So if you watched it all the way to end, I am very grateful for you and thank you. And even one subscribe or one like is going to help me a lot. So if you can, maximum share, subscribe, like and comment on my video, so I can make a part 2 of this video. So if you are here at the end, thank you for being here, and see you in the next video. Samuel John signing out. Peace.